കേരള അന്താരാഷ്ട്ര കോൺഫറൻസും പ്രദർശനവും കൊച്ചിയിൽ ഒക്ടോബർ 30-31 തീയതികളിൽ അങ്കമാലിയിലെ അറ്റ്ലസ് ഇന്റർനാഷണൽ കൺവെൻഷണൽ സെന്ററിൽ നടക്കും. 7ാമത് ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റും 12ാമത് കേരള ഹെൽത്ത് ടൂറിസം കോൺഫറൻസും എക്സിബിഷനുമാണ് കൊച്ചിയിൽ നടക്കുന്നത്. കേരളത്തെ ലോകത്തിനു മുന്നിൽ ഒരു സമ്പൂർണ്ണ ഹെൽത്ത് കെയർ കേന്ദ്രമാക്കി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി (CII) കേരള 7ാം ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റ് ആൻഡ് എക്സ്പോയും 12ാമത് കേരള ഹെൽത്ത് ടൂറിസം അന്താരാഷ്ട്ര കോൺഫറൻസും പ്രദർശനവും സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30-31 തീയതികളിൽ അങ്കമാലിയിലെ അറ്റ്ലസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഈ സമ്മേളനങ്ങളിൽ 16 ജില്ലകളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുക്കും. മെഡിക്കൽ വാല്യൂ ടൂറിസത്തിനും ഹോളിസ്റ്റിക് വെൽനസിനുമുള്ള ലോകോത്തര കേന്ദ്രമായ കേരളത്തെ ഉയർത്തിക്കാട്ടാനും അതുവഴി ഈ മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകാനുമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എറണാകുളം അവന്യൂ റീജൻസി ഹോട്ടലിൽ നടന്ന പ്രസ് മീറ്റിൽ സംഘാടകർ വ്യക്തമാക്കി. കേരള ആയുർവേദ സമ്മിറ്റും കേരള ഹെൽത്ത് എക്സ്പോയും ഈ വരുന്ന 30-31 തീയതികളിൽ CIIയുടെ നേതൃത്വത്തിൽ നമ്മുടെ എറണാകുളം അറ്റ്ലസ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, കേരളം ഈ ഹെൽത്ത് സെക്ടറിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ കേരളത്തിലേക്ക് ഈ രംഗത്ത് നമ്മുടെ വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ, അതായത് ഹെൽത്ത് ടൂറിസത്തിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വേൾഡ് ക്ലാസ് ട്രീറ്റ്മെൻറ്റ് കേരളത്തിൽ നിന്ന് ഈ 2 സ്ട്രീമിലും, അതായത് സാധാരണഗതിയിൽ 2 വശത്ത് നിൽക്കുന്ന 2 സ്ട്രീമിനെയും ഒന്നിച്ച് കൊണ്ടുപോകുക ഒരു പരിശ്രമമാണ് CIIയുടെ ഭാഗത്ത് നടക്കുന്നത്. അപ്പം ഈ 2 സ്ട്രീമും 2 ആളുകൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ച് അതിൻ്റെ 2ൻ്റെയും പ്രത്യേകതകൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺഫറൻസുകളിൽ വിവിധ വിദഗ്ധന്മാരടങ്ങുന്ന സംവിധാനങ്ങൾ, വിദഗ്ധന്മാരടക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് അതിൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ സമ്മിറ്റിൽ. അതേപോലെ തന്നെ കേരളത്തിന് പ്രൊമോട്ട് ചെയ്യാവുന്ന ഒരു എക്സ്പോയും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ അവതരിപ്പിക്കുന്നത് കേരളത്തിലേക്കുള്ള ടൂറിസം, അതായത് ഹെൽത്തിന് വേണ്ടി കേരളത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതുവഴി കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടറിനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക, അതിൻ്റെ ബെനിഫിറ്റ് കേരളത്തിനും ലഭിക്കുന്ന രൂപത്തിൽ ഇത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് CII ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ CIIയുടെ ഈ പരിപാടിയിലേക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാകണമെന്നും എല്ലാവരും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ഒരു സെക്ടറിൽ ഏകദേശം 350ഓളം ഡെലിഗേറ്റ്സ് എങ്കിലും പങ്കെടുക്കുമെന്നുള്ളതാണ് നമ്മൾ ഇതുവരെയുള്ള രജിസ്ട്രേഷൻ സൂചിപ്പിക്കുന്നത്. അത് കൂടാനാണ് സാധ്യത. അപ്പോൾ അതോടൊപ്പം തന്നെ അല്ലാത്ത വാക്ക് ഇൻ വിസിറ്റേഴ്സിന്റെ എണ്ണവും അതിന്റെ പുറമെ വരാനുള്ള സാധ്യതയുണ്ട്. CII കേരളയുടെ ആയുർവേദ ഹെൽത്ത് കെയർ പാനലുകളാണ് ഉച്ചകോടിക്ക് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയം, കേരള സർക്കാർ ടൂറിസം വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വ്യവസായ വകുപ്പ് എന്നിവയുടെ പിന്തുണയും സഹകരണവും 30-31 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഈ ഉദ്യമത്തിനുമുണ്ട്. ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റ് ആയുർവേദ മേഖലയ്ക്ക് വളർച്ചാ പ്രചോദനം നൽകുന്ന വേദിയാകുമ്പോൾ കേരള ഹെൽത്ത് ടൂറിസം സമ്മിറ്റ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ പരിപാലന ദാതാക്കൾക്കും വ്യവസായ പ്രമുഖർക്കും ഒത്തുചേരാനും കേരളത്തെ മെഡിക്കൽ ടൂറിസത്തിന്റെ ആഗോള കേന്ദ്രമായി പ്രദർശിപ്പിക്കാനും അവസരമൊരുക്കുന്നു. ഒമാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഉസ്ബെക്കിസ്ഥാൻ, മൊറോക്കോ, ടാൻസാനിയ, എത്യോപ്യ, വിയറ്റ്നാം, സൗദി അറേബ്യ, ഓസ്ട്രേലിയ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും B2B ബിസിനസ് ടു ബിസിനസ് കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്യും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി P രാജീവ് എന്നിവർ ചേർന്ന് സമ്മേളനങ്ങളും പ്രദർശനവും ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആയുഷ് സെക്രട്ടറി രാജേഷ് കോട്ടെ IAS ചടങ്ങിൽ പങ്കെടുക്കും. മികച്ച ആരോഗ്യ സേവനങ്ങളെയും മെഡിക്കൽ മൂല്യ ടൂറിസത്തിലെ നേട്ടങ്ങളെയും ആദരിക്കുന്നതിനായി CII കേരള ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ടൂറിസം അവാർഡുകളും ഇതിന്റെ ഭാഗമായി സംഘാടകർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവാർഡുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 ഒക്ടോബർ 27 ആണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ PV ലൂയിസ് എന്നാണ്, മാനേജിംഗ് ഡയറക്ടർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. അതുകൂടാതെ ചെയർമാൻ ഓഫ് ദി ഹെൽത്ത് കെയർ സെക്ടർ ഓഫ് ദി CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് 30-31 അപ്പോളോ അറ്റ്ലക്സിൽ വെച്ചിട്ട് ഒരു സമ്മിറ്റ് നടത്തുന്നുണ്ട് വിത്ത് എക്സിബിഷൻ. ഇതിൽ അബൌട്ട് 600ഓളം ഡെലിഗേറ്റ്സ് ലോകം മുഴുവൻ, ആഫ്രിക്ക, ഒമാൻ, ആ രാജ്യങ്ങളിൽ നിന്ന്
വന്നുണ്ട്. മെയിൻ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേഷ്യൻസ് കേരളത്തിലേക്ക് വരാം. ഇപ്പോൾ ഇന്ത്യയിൽ വന്നതിൽ 10% താഴെ പേഷ്യൻസാണ് കേരളത്തിലേക്ക് വരുന്നത്. അതൊന്നും നമുക്ക് കൂട്ടണം. കേരളത്തിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ബെസ്റ്റ് ഡോക്ടേഴ്സ്, ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡോക്ടേഴ്സ് ഉള്ളത് കേരളത്തിലെ നഴ്സുമാർ ബെസ്റ്റാണ്. ഹെൽത്ത് കെയർ നല്ല ഇതുണ്ട്. ഇതുകൂടാതെ ആയുർവേദം വാല്യൂ അഡീഷനായിട്ട് നമുക്ക് ആയുർവേദവും ടൂറിസവും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പം നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും വേണം ഈ സമ്മിറ്റിൽ. നമസ്തേ. 7ാമത് ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റ് ഈ മാസം 30-31 തീയതികളിൽ അഡ്ലെക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. അതിൽ ഒരു എക്സിബിഷനുണ്ട്. തീർച്ചയായും ഇത് ആ സിസ്റ്റത്തിന് വളരെയധികം ഗുണപ്രദമാണ്. ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. അതായത് മോഡേൺ മെഡിസിനും ആയുർവേദവും ഒരേപോലെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടു കൂട്ടരും ഒരേപോലെ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇത് തീർച്ചയായും ഈ ആയുർവേദത്തിനും മോഡേൺ മെഡിസിനും ഇതൊരു ഒരു ബൂസ്റ്റായി മാറുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Hello everyone, this Kerala Health Tourism Summit is happening in Cochin this time. It's a great opportunity for us to showcase the best of Kerala's infrastructure and talent to the globe. This could be a game changer. There is immense potential in the medical value travel space, and this particular event we look forward to interact with the stakeholders and take Kerala healthcare to the next level. ആയുർവേദ ആരോഗ്യ പരിപാലന മേഖലയിൽ 70-ൽ പരം പ്രദർശകർ പങ്കെടുക്കുന്ന പ്രദർശനവും സമ്മിറ്റിനോടനുബന്ധിച്ചുണ്ടാകും. ഏകദേശം 600-ൽ പരം പ്രതിനിധികളും 3000-ലധികം ബിസിനസ് സന്ദർശകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ കൊച്ചിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. CII കേരള ചെയർമാൻ VKC റസാഖ്, CII കേരള ആയുർവേദ പാനൽ കൺവീനർ ഡോക്ടർ PM വാര്യർ, CII കേരള മുൻ ചെയർമാൻ ഡോക്ടർ സജി കുമാർ, കേരള ഹെൽത്ത് കെയർ പാനൽ കൺവീനർ ഡോക്ടർ PV ലൂയിസ്, CII കേരള ഹെൽത്ത് കെയർ പാനൽ കോ കൺവീനർ ഡോക്ടർ നളന്ദ ജയദേവ് എന്നിവർ കൊച്ചിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.